നമസ്കാരം. വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ഇന്നലെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് എത്തിയത്. വലിയ സ്വീകരണമായിരുന്നു കേന്ദ്രമന്ത്രിക്ക് മുനമ്പത്ത് ലഭിച്ചത്. വഖഫ് നിയമം പരിഷ്കരിച്ചത്, അല്ലെങ്കിൽ വഖഫിൻ്റെ ആ കിരാത അധികാരങ്ങളെല്ലാം എടുത്തുമാറ്റി വഖഫ് നിയമം കാലോചിതമായി പരിഷ്കരിച്ചതിന് കേന്ദ്ര മന്ത്രിസഭയ്ക്ക്, പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ നന്ദി മോദി എന്ന പേരിൽ ഒരു അഭിനന്ദൻ സഭയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സഭയെ അഭിസംബോധന ചെയ്ത് കേന്ദ്രമന്ത്രി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ മുതൽ കേന്ദ്രമന്ത്രിയുടെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണം നടത്തുകയാണ്. ഒരു കുത്തിത്തിരിപ്പ് മുനമ്പത്തുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി വരികയാണ്. അതായത് മുനമ്പത്തെത്തി കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ശക്തമായ ഒരു നിയമമുണ്ട്, നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ഇനി ആ നിയമം ശക്തി പകരും, അതുകൊണ്ട് തന്നെ നിങ്ങൾ പോരാട്ടം തുടരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് വഖഫ് നിയമം ഭേദഗതി ചെയ്തതുകൊണ്ട് മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടില്ല, അതിന് നിങ്ങൾ നിയമ പോരാട്ടം നടത്തിയേ മതിയാകൂ എന്ന രീതിയിലാണ് ഇന്നലെ വളച്ചൊടിച്ചതും. BJPയും അതുപോലെ തന്നെ മറ്റ് NDA ഘടകകക്ഷികളുമെല്ലാം ഈ പറയുന്ന പോലെയുള്ള ഇടപെടലുകൾ നടത്തി അത് ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ മുനമ്പം സമരം ഏറ്റെടുക്കാനുള്ള BJPയുടെയും NDAയുടെയും ശ്രമങ്ങൾ പൊളിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളാണ്. ആദ്യമായി കേരളത്തിലെ മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു നരേറ്റീവ് ഉണ്ടാക്കുന്നത്. പിന്നീട് LDFിലെയും UDFിലെയും നേതാക്കൾ അത് ഏറ്റുപിടിച്ചു. സത്യത്തിൽ മുനമ്പം വിഷയത്തോടനുബന്ധിച്ച് വഖഫ് നിയമ ഭേദഗതിയിൽ LDFിലെയും UDFിലെയും MP മാരെല്ലാം ആ നിയമ ഭേദഗതിയെ എതിർത്ത് വോട്ട് ചെയ്തതോടുകൂടി മുനമ്പത്തുകാരുടെ മുന്നിൽ തല ഉയർത്തി, അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്ന ഈ ഇടത് വലത് മുന്നണികൾക്കൊരു ഊർജം പകർന്നു കൊടുക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത്. പക്ഷേ സത്യത്തിൽ അത് കുത്തിത്തിരിപ്പാണെന്നും യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല, ഞങ്ങൾ 1965 ജീവിക്കുന്നവരല്ല, മറിച്ച് 2025 ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നും ആ രീതിയിൽ തന്നെ കാര്യങ്ങളെ നേരിടുമെന്നും മുനമ്പം സമരസമിതി അടക്കമുള്ളവർ ഇന്നലെ പ്രതികരിച്ചിട്ടും മാധ്യമങ്ങൾ ഈ ഒരു ദുഷ്പ്രചരണം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രചരണം തുടരുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ എത്തിയ വാർത്ത ഈ മാധ്യമങ്ങളുടെ തലയിലെ ഒരു ഇടിത്തിയായിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുനമ്പം സമരസമിതിയുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്ന വാർത്തയാണ് വന്നത്. സത്യത്തിൽ ഇത് ദുഷ്പ്രചരണം നടത്തിയവരുടെ, അല്ലെങ്കിൽ മുനമ്പത്ത് കുത്തിത്തുരിപ്പുണ്ടാക്കാൻ ചെന്നവരുടെ ഒരു തലയിൽ വീണ ഒരു വലിയ ഇടിത്തിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുനമ്പം ജനതയുടെ പരാതി കേൾക്കാൻ, മുനമ്പം ജനതയ്ക്ക് ആശ്വാസ വാക്കുകൾ കേൾക്കാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ, ഈ സംസ്ഥാനത്തെ ഭരണാധികാരികളോ ഈ സംസ്ഥാനത്തെ മറ്റു പാർട്ടികളോ മാധ്യമങ്ങളോ കേൾക്കാൻ തയ്യാറാകാത്ത മുനമ്പം ജനതയുടെ ആവലാതികൾ കേൾക്കാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് ഇന്ന് കേരളത്തെ തേടിയെത്തിയത്. അതായത് മുനമ്പം സമരം ആരംഭിച്ച് മാസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഇങ്ങനെ ഒരു സമരം അവിടെ നടക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ചില മതമൗലികവാദ ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ വാർത്ത മുക്കാൻ പരമാവധി കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു. ചില ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലുമാണ്, അല്ലെങ്കിൽ ഇത്തരം മീഡിയകളിൽ നിന്നുമൊക്കെയാണ് കേരളം മുനമ്പത്ത് ഇങ്ങനെ ഒരു സമരം നടക്കുന്നു എന്നറിഞ്ഞത്. ആ സമയത്താണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം സമരം ഇടതു വലത് മുന്നണികൾക്ക് പ്രശ്നമാകുമെന്ന് കണ്ടതോടുകൂടി കേരളത്തിലെ ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒത്താശയോടുകൂടി അവരുടെ ദുഷ്പ്രചരണങ്ങളിലൂടെ അവിടെ മുനമ്പത്തെ ജനതയെ പറ്റിച്ച് സമരപ്പന്തലിൽ നിന്നും വീടുകളിലേക്ക് മടക്കി അയക്കാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾ ആദ്യമായി മുനമ്പത്തേക്ക് ക്യാമറ തിരിച്ചത്. പക്ഷേ മാധ്യമങ്ങളുടെയും സർക്കാരിൻ്റെയും ഈ ഒത്തുകളിയെല്ലാം പരാജയപ്പെട്ടു. മുനമ്പത്തുകാർ ഞങ്ങൾക്ക് ആദ്യം റവന്യൂ അവകാശം തിരികെ തരൂ, എന്നിട്ട് ഞങ്ങൾ സമരം നിർത്താം എന്ന് അടിയുറച്ചു പറഞ്ഞതോടുകൂടി ഇവരുടെ എല്ലാ ശ്രമങ്ങളും പാളിപ്പോവുകയായിരുന്നു. മാത്രമല്ല, ഇവർ ഉന്നയിച്ച, അല്ലെങ്കിൽ ഇവർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ നിലവിലുള്ള നിയമം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ BJPയുടെ സ്റ്റാൻഡായിരുന്നു ശരി എന്ന് കൃത്യമായി മുനമ്പം ജനതയ്ക്ക് ബോധ്യമാകുന്നു. അതോടുകൂടിയാണ് ക്രൈസ്തവ സഭകളടക്കം വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി രംഗത്ത് വന്നതും അങ്ങനെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ ജനപ്രതിനിധികളോട് അവർ അഭ്യർത്ഥിച്ചതും. ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണ് ഇന്നലെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായി മുനമ്പത്തേക്ക് വീണ്ടും ക്യാമറ തിരിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുനമ്പം ജനതയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു
അനുവദിച്ചു എന്ന വാർത്ത അത് തീർച്ചയായും ഈ പ്രഖ്യാപനങ്ങളെയും ഈ പ്രചരണങ്ങളെയും ഒക്കെ മുനയൊടിക്കുന്നതായിരുന്നു. മുനമ്പം സമരസമിതി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണണമെന്ന് ഈ വഖഫ് നിയമ ഭേദഗതി പാസ്സായതോടുകൂടി കേരളത്തിലെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയോട് പറഞ്ഞിരുന്നതാണ്. അവർ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നുവെന്ന് മാത്രം. പക്ഷേ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് ആ ശുഭവാർത്ത എത്തി. അതായത് ഈസ്റ്ററിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുനമ്പം സമരസമിതിയിലെ 15-അംഗ പ്രതിനിധി സംഘം കാണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം അവർ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും. അവിടെ അവർക്ക് അവരുടെ വേവലാതികൾ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ ആശ്വസിപ്പിക്കും. എങ്ങനെയാണ് മുനമ്പം വിഷയം പരിഹരിക്കേണ്ടത് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവരോട് പറയും എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഥിതി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഈ ദുഷ്പ്രചരണങ്ങളെല്ലാം ഇന്ന് വൃഥാവിലായ ഒരു സാഹചര്യമാണ്. മുനമ്പം ജനത വീണ്ടും സന്തോഷത്തിലാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായതോടുകൂടി അവർ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. അതായത് ഇത്രയും കാലത്തെ അവരുടെ സമരം ഒരായുധവുമില്ലാത്ത സമരമായിരുന്നു. എല്ലാ നിയമങ്ങളും അവർക്കെതിരായിരുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്കെതിരായിരുന്നു. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവർക്കെതിരായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ആ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ ശക്തമായ ഒരു നിയമമുണ്ട്. നീതിക്ക് വേണ്ടി പോരാടാനുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തോടൊപ്പം അല്ലെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്ത BJP, രാജ്യം ഭരിക്കുന്ന BJP അവരോടൊപ്പമുണ്ട് എന്നൊരു അഭിമാനം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അഭിമാനത്തോടു കൂടിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്ന് വ്യക്തമായി കേരള സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവനയിൽ മുനമ്പം സമരസമിതിക്കാർക്ക് നിരാശ, മുനമ്പം ജനത വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിൽ അവർക്കിപ്പോൾ നിരാശയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നവർ ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി ഞങ്ങളെ കേൾക്കുന്നു, ഇനി ഇതിൽ പുറം ഞങ്ങൾക്ക് എന്ത് വേണം എന്നാണ് ഇപ്പോൾ മുനമ്പം സമരസമിതിയും പ്രതികരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.